മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമത്തിൽ മോർണിംഗ് വോയിസിൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 315 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 40 അധ്യായത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ യോസഫ് എന്ന യൗവനക്കാരനായ മഹാഭക്തൻ പാപം ചെയ്യാത്തതുമൂലം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഈ കാരാഗൃഹത്തിലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒരിക്കലും ചിന്തിക്കാത്ത വേദന വേളകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം സ്തോത്രം ചെയ്ത് ഓർക്കേണ്ടുന്ന വിഷയം, ദൈവത്തിന് അതിലൂടെയും അവിടുത്തെ സ്വർഗീയ പദ്ധതികൾ നിവർത്തിക്കാനുണ്ട് എന്നുള്ളതാണ്. ഒടുവിലായിട്ട് നാം 4-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഓർത്ത വിഷയം, ഈ കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസഫ് അവിടെ ഉണ്ടായിരുന്ന അപ്പക്കാരുടെ പ്രമാണിക്കും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്കും ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. കാരാഗൃഹത്തിലും ദൈവ പൈതലിന് ശുശ്രൂഷയുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് വിശദമായി തന്നെ നാം ഇതിനു മുൻപുള്ള ഭാഗത്തിൽ ഓർത്തതാണ്. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ കാരാഗൃഹത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതി യോസഫിനോട് ബന്ധപ്പെട്ട് എന്തായിരുന്നു എന്ന് ഓർക്കുമ്പോൾ 6-ാം വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 6-ാം വാക്യം 40-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ യോസഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവർ ആരാണ് എന്നുള്ളത് നമുക്ക് ഇതിനു മുൻപുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരാൾ ഫറവോൻ്റെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും രണ്ടാമൻ ഫറവോൻ്റെ അപ്പക്കാരുടെ പ്രമാണിയുമായ ഉദ്യോഗസ്ഥനാണ്. ഈ 2 പേരും വിഷാദിച്ചിരിക്കുകയാണ്. നോക്കുക, അവിടെ ഇങ്ങനെയാണ് വായിച്ചത്: യോസഫ് രാവിലെ അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു എന്നുള്ളത് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ വിഷാദിച്ചിരിക്കുന്നവരെ തിരിച്ചറിയുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും വേണ്ടിയാണ് ദൈവം അവിടുത്തെ പദ്ധതി പ്രകാരം യോസഫ് എന്ന യൗവനക്കാരനെ, ഭക്തനെ കാരാഗൃഹത്തിൽ എത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, യോസഫിന് അവരെ വേഗത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും സങ്കടവും കണ്ണുനീരും അനുഭവിച്ചതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും യോസഫിന് അത് സാധിക്കുമായിരുന്നില്ല. അപ്പൻ്റെ ഭവനത്തിൽ, അപ്പൻ്റെ ചിറകിൻ്റെ കീഴെ സന്തോഷത്തിൽ കഴിയുന്ന സമയങ്ങളായിരുന്നുവെങ്കിൽ യോസഫിന് ഇപ്രകാരം ഒരു ശുശ്രൂഷ നിർവഹിപ്പാൻ എത്രത്തോളം കഴിയും എന്നുള്ളതിൽ സംശയമുണ്ട്. എന്നാൽ യോസഫ് എന്ന മഹാഭക്തനെ യൗവന പ്രായത്തിൽ തന്നെ പല പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒക്കെ ദൈവം കടത്തിവിട്ടപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി രൂപപ്പെട്ടു. അവന് വിഷാദിച്ചിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, ഹൃദയം തകർന്നിരിക്കുന്ന ഈ 2 ഉദ്യോഗസ്ഥന്മാരെ യാതൊരു മുഖവുരയും കൂടാതെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞുവെന്നുള്ളത് കർത്താവിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്ന വിഷയമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയുടെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നതെങ്കിൽ അത് ദൈവസന്നിധിയിൽ പരിഹരിക്കണം. ദൈവം അതിന് ജാമ്യക്കാരൻ അല്ല. എന്നാൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നിന്നതുകൊണ്ട് അങ്ങയ്ക്ക് പ്രശ്നങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് മറ്റൊന്നല്ല, അതിൽ പ്രധാനപ്പെട്ട
ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് മറ്റുള്ള അനേകരെ ആശ്വസിപ്പിക്കുക. സങ്കടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, ഒറ്റപ്പെടുന്നവരെ, ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, അവരെ ആശ്വസിപ്പിക്കുക, അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിച്ചു നോക്കിയാൽ നമുക്ക് തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നതായി പല ഉദാഹരണങ്ങളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് എഴുതി വച്ചിട്ടുള്ളത്: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും. ഇവിടെ നോക്കുക, അപ്പോസ്തലനായ പൗലോസിനും കൂട്ടർക്കും വലിയ കഷ്ടതകൾ ഉണ്ടാകുകയാണ്. എന്നാൽ ആ കഷ്ടതയുടെ ഒരു ലക്ഷ്യമായിട്ട് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് അവർ കഷ്ടത്തിലിരിക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരായിത്തീരണം എന്നുള്ളതാണ്. ശക്തരായിത്തീരുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ രക്ഷിതാവിനെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കണ്ടു നോക്കുക. അവിടത്തേക്ക് നമ്മളെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിയും. അതേപോലെ തന്നെ നാം വിവിധ തരത്തിലുള്ള കഷ്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മെ ദൈവം അതിലൂടെ ശക്തരാക്കി തീർക്കുകയും ആ ശക്തി കൊണ്ട് നാം അനേകരെ ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നോക്കുക, അനേകരുടെ ജീവിതത്തിൽ പാഠമാകേണ്ടുന്നൊരു വിഷയമാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ യോസഫ് താൻ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് വിഷാദിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, അവരോട് ഇടപെടുവാൻ ദൈവം അവസരമൊരുക്കുകയാണ്. അങ്ങയുടെ തകർന്നിരിക്കുന്ന അനേകരെ പണിയുവാനായിട്ടാണ്. അങ്ങയുടെ ശുശ്രൂഷയിലെ കണ്ണുനീർ പലരെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുവാനായിട്ടാണ്. അങ്ങയുടെ ഇല്ലായ്മകൾ ഇല്ലാത്ത ആൾക്കാരെ ധൈര്യപ്പെടുത്തുവാനായിട്ടാണ്. അങ്ങയുടെ ഏകാന്തത അങ്ങനെയുള്ള പലരെ ആശ്വസിപ്പിച്ച് ശക്തരാക്കി തീർക്കേണ്ടതിനാ രോഗിയായി മാറ്റിയത്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അനേക രോഗികൾക്ക് ആശ്വാസം പകരുവാനാ. ദൈവം ജീവിതത്തിൽ അനുവദിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിൽ അത് ശുശ്രൂഷയായി രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് യോസഫിൻ്റെ കാരാഗ്രഹവാസത്തിലെ ഈ പ്രത്യേകമായ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് സ്വർഗം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.